as the chemicals that take us higher. The night's young. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും വിജീസ് ബ്യൂട്ടി ആൻഡ് സ്പെഷ്യൽ കുക്കറി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കുക്കറി വീഡിയോ കാണിക്കുന്നത് എൻ്റെ അമ്മ പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഫിഷ് ഫ്രൈ, മീൻ പൊരിക്കുന്നത് നാടൻ രീതിയിലുള്ള മീൻ പൊരിക്കലാണ് ഞാൻ കാണിക്കുന്നത്. പലർക്കും അറിയാമായിരിക്കാം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ പലരും മീൻ പൊരിക്കുന്ന രീതികൾ കുറച്ച് അമ്മ പൊരിക്കുന്നതായിട്ട് സാമ്യം വരുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ളതൊക്കെ ചേർക്കുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസമായി പലരുടേതും അങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അമ്മ മീൻ ഫ്രൈ ചെയ്യുന്ന രീതി വളരെ രുചിയായിട്ടും നല്ല മണമായിട്ടും പൊരിക്കുമ്പോഴേ അത് പൊരിക്കുന്ന സമയത്തെ വീടിനകത്തും പുറത്തും നല്ല ഒരു അപ്പറ്റൈസിങ് സ്മെല്ല് നിറയാറുണ്ട്. കൊതി വരും, എല്ലാവരും അന്വേഷിച്ചു വരും എന്താ നടക്കുന്നതെന്ന്. അപ്പം അങ്ങനെ ഉള്ള മീൻ ഫ്രൈ ആണിത്. അമ്മ ചെറിയ സ്വദേശിയായിരുന്നു. അവിടുത്തെ നാട്ടുപുറത്തെ ഒരു രീതിയാണിത്. അറിയാവുന്ന പലരും കാണും. പക്ഷേ ഇത് എൻ്റെ അമ്മ പൊരിച്ചുകൊണ്ടിരുന്ന രീതി നല്ല രുചിയും മണവും ഉള്ള രീതി. പിന്നെ എൻ്റെ അമ്മ ചെറിയൊരുകാരിയായിരുന്നപ്പോൾ അമ്മ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മയുടെ സ്കൂളിൽ അമ്മ 7 ഡിവിഷനിൽ പഠിക്കുമ്പോൾ B ഡിവിഷനിൽ പ്രേം നസീർ പഠിച്ചിരുന്നെന്നും പിന്നെ സാറ് പാടാൻ പറയുമ്പം പ്രേം നസീർ നാണിച്ച് ബോർഡിൻ്റെ പുറകം മറിഞ്ഞു നിന്ന് പാടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മയുടെ വായനയിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ പ്രശസ്ത ഒരു പാട്ടുകാരനുമുണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അനിയനാണ്. ഞാൻ ആ പേര് മറന്നുപോയി. സിനിമയിലൊക്കെ പാട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ 2 പേര് അമ്മയായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഓർമ്മകളിലുള്ളതാണ്. അപ്പോൾ ഈ ഫിഷ് ഫ്രൈ അമ്മ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ വറ്റൽമുളക്, കല്ലുപ്പൊക്കെ വെച്ചാണ് അന്ന് അരച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഈ റെസിപ്പിയിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ പുതിയ സൗകര്യം, അമ്മിക്കല്ലൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മുളക് പൊടിയൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അമ്മ ഉപയോഗിച്ച പോലെ ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടുണ്ട്, കുറച്ച് പെരിഞ്ജീരകം വെച്ചിട്ടുണ്ട്, കറിവേപ്പില വെച്ചിട്ടുണ്ട്, ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ കല്ലുപ്പിന് പകരം പൊടിയുപ്പും വറ്റൽമുളകിന് പകരം മുളക് പൊടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതേ രീതിയിൽ വറ്റൽമുളകും കല്ലുപ്പും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പെരിഞ്ജീരകവും എല്ലാം കൂടെ വെച്ച് അരച്ച് നന്നായിട്ട് പുരട്ടി വെച്ച് ഒരു 1 മണിക്കൂറിന് ശേഷം പൊരിച്ചാൽ കുറെ കൂടെ ടേസ്റ്റ് ആവും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കുറെ കൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നത് നെയ്മീൻ, കരിമീൻ, പിന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന തിലാപ്പിയ മീൻ ഫ്രൈ ചെയ്ത രീതിയാണ്. അപ്പം വളരെ ടേസ്റ്റായിട്ട് തോന്നുന്ന ഇതാണ്. പിന്നെ എല്ലാ മീനിനും കൊള്ളാമായിരിക്കും. പക്ഷെ ഫ്ലഷി ആയിട്ടുള്ള മീനുകൾക്ക്, പ്രത്യേകിച്ച് സീ ഫിഷിന് കുറെ കൂടെ നല്ലതായിരിക്കും. ഇതിന് ഞാനിപ്പോൾ കാണിച്ചതിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് പുരട്ടി വെച്ചിരുന്നു. കാരണം ഇവിടെ സീ ഫിഷ് അങ്ങനെ കിട്ടാത്ത സ്ഥലമായതുകൊണ്ട് ഒരുപക്ഷെ ഫ്ലഷിൽ ഉപ്പുരസം കുറഞ്ഞിട്ടായിരിക്കണം മീനിൻ്റെ തൊലിക്ക് കുറച്ചുകൂടെ കട്ടിയുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തായാലും കുറച്ച് ഞാൻ നാരങ്ങ നീര് ചേർക്കാറുണ്ട്, പുരട്ടി വയ്ക്കാറുണ്ട് ആ മസാല അതിലോട്ട് ഇറങ്ങാൻ. പക്ഷെ എൻ്റെ അമ്മ ഒരിക്കൽ പോലും ഒരു മീൻ ഫ്രൈക്കും അങ്ങനെ പുരട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അത് നാട്ടിലെ സീ ഫിഷ് ആയതുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായിരിക്കണം കാരണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അമ്മയുടെ നാടൻ ഫിഷ് ഫ്രൈ തിലാപ്പിയ ഫ്രൈ ഇതെന്ന് പറയേണ്ടി വരും. ഇത് കരിമീനും നെയ്മീനിലും പരീക്ഷിച്ചിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തിലാപ്പിയ മീൻ എൻ്റെ അമ്മയുടെ നാടൻ രീതിയിൽ മീൻ പൊരിക്കുന്നത് അത് എന്തൊക്കെ അരച്ചു പുരട്ടിയാണെന്നുള്ളതാണ് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. തിലാപ്പിയ മീൻ ഇപ്പോൾ എനിക്ക് 2 വലുത്, ഒരു മീഡിയം സൈസ് കിട്ടിയിട്ടുണ്ട്. അത് വരഞ്ഞു വെച്ചിരിക്കുകയാണ്. കഴുകി നല്ല ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി വരഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന് വേണ്ടുന്നത് ചെറിയ ഉള്ളി. ഞാൻ അരിഞ്ഞു വെച്ചത് വേറൊന്നുമില്ല. ഒരു 10-12 ഒരു 15ഓളം 10 ചെറിയ സൈസായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ഒന്ന് മുറിച്ച് വെച്ചിരിക്കുകയാണ് മിക്സിയിൽ അരയ്ക്കാൻ സൗകര്യത്തിന്. കറിവേപ്പില ഒരു 2 തണ്ട് 3 തണ്ട് കറിവേപ്പില, കുരുമുളക് ഏകദേശം 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി കുറച്ച് കളറുള്ളതാണ് എങ്കിലും വലിയ അത്ര എരിവില്ല, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം. ഈ പെരിഞ്ജീരകം കുറച്ചുകൂടെ വേണമെങ്കിൽ മസാലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടി ഇടാം. ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം, പിന്നെ കറിവേപ്പില 2 തണ്ട്, പിന്നെ ഏകദേശം 1 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് കുരുമുളക്, എരിവനുസരിച്ചാണ് മുളക് പൊടി. ഇത് കാശ്മീരിയാണ് എൻ്റെ ഇരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കളറുണ്ട്. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി, പിന്നെ ഈ 3 തിലാപ്പിയ മീൻ നന്നായിട്ട് കഴുകി വരഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് കുറച്ച് നാരങ്ങ നീര് ഞാൻ ഇതിൽ
മിക്സ് ചെയ്യും. കാരണം ഇത് ഇവിടെ കേരളത്തിൽ കിട്ടുന്ന മീനല്ലാത്തതുകൊണ്ട് ഉപ്പ് നമ്മുടെ സോൾട്ട് വാട്ടറിൽ ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് കുറച്ച് നാരങ്ങാ നീരും കൂടെ പുരട്ടി വെച്ചില്ലെങ്കിൽ അത് ഉപ്പ് പിടിക്കില്ല, മസാല അകത്തോട്ട് കയറാറില്ല. അതുകൊണ്ടാണ് കുറച്ച് ഞാൻ എൻ്റെ അമ്മ ചെയ്യുമ്പോൾ ഒരിക്കലും നാരങ്ങാ നീര് മിക്സ് ചെയ്യാറില്ലായിരുന്നു. ചെറിയ ഉള്ളിയും കുരുമുളകും വറ്റൽമുളകാണ്, മുളക് പൊടിയല്ല അരച്ചുകൊണ്ടിരുന്നത്. വറ്റൽമുളകും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത് കറിവേപ്പില, കുറച്ച് പെരിഞ്ജീരകം വെച്ചാണ് അരച്ച് മീനിൽ പുരട്ടി കഴിഞ്ഞിട്ട് പൊരിച്ചുകൊണ്ടിരുന്നത്. വറ്റൽമുളക് കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ നമ്മളാരും അത്ര എരിവ് ഉപയോഗിക്കാത്തതുകൊണ്ട് അത്രയ്ക്ക് മുളക് ചേർക്കുന്നില്ല. ഇത്രയും തന്നെ നമുക്ക് ഇത്രയും മതിയാവും. അപ്പം ഇത് വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ വളരെ നന്നായിരിക്കും. പിന്നെ എല്ലാവർക്കും വെളിച്ചെണ്ണ ഇഷ്ടമെങ്കിൽ ഇല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ പൊരിക്കാം. പിന്നെ ഇത് തിലാപ്പിയ, കരിമീൻ, നെയ്മീൻ, ഇതുപോലത്തെ മീനെല്ലാം പൊരിക്കാം. നെയ്മീൻ, കരിമീൻ, തിലാപ്പിയ എല്ലാ മീനും കൊള്ളാം. പക്ഷെ തിലാപ്പിയയ്ക്ക് നെയ്മീനും കരിമീനും ഇങ്ങനെ ഈ മസാല പുരട്ടി പൊരിച്ചാൽ വളരെ രുചിയാണ്. ഇത് നമ്മൾ വീട്ടിൽ മീൻ പൊരിക്കുമ്പോഴേ നല്ല മണമായിരിക്കും. വീട്ടിനകത്തും പുറത്തും നല്ല രുചികരമായൊരു മണമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ 3 മീനുകളിൽ കൂടുതൽ ടേസ്റ്റാണ് ഈ മസാല പുരട്ടി പൊരിച്ചാൽ. തിലാപ്പിയയും കരിമീനും നെയ്മീനും. പിന്നെ നല്ല ഫ്ലഷി ആയിട്ടുള്ള മീനുകളൊക്കെ പൊരിക്കുക ഇതിൽ. ഇപ്പോൾ ഇതെങ്ങനെയാണ് എൻ്റെ അമ്മയുടെ രീതിക്ക്, എൻ്റെ അമ്മ പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന രീതിയിൽ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. പുരട്ടി വെച്ച എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ച തിലാപ്പിയ മീൻ പൊരിക്കുകയാണ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ റിഫൈൻഡ് ഓയിലാണ് പൊരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കറിവേപ്പിലയിട്ട് അതിൻ്റെ മീതെ തിലാപ്പിയ മീൻ പൊരിക്കാനിട്ടു. നല്ല മണമാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ തിലാപ്പിയ മീൻ, നെയ്മീൻ, പിന്നെ നല്ല എരിവുള്ള മീനുകളൊക്കെ ഉണ്ടാക്കാൻ ഈ മസാല ഉപയോഗിച്ചാൽ വളരെ നല്ല രുചിയുമാണ്. ഉണ്ടാക്കുമ്പോഴേ നല്ല മണമാണ്. എല്ലായിടത്തും നല്ല മണം വ്യാപിക്കും, വീട്ടിലെല്ലായിടത്തും. മൂന്ന് തിരിച്ചിട്ടു. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. ഇത് പൊരിക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മണമുണ്ടല്ലോ, ശരിക്കും നല്ല കൊതി തോന്നുന്ന മണമാണ്. വളരെയധികം വളരെ ഇഷ്ടപ്പെടും. അതിൻ്റെ മണം വീട്ടിലും പുറത്തും ഒക്കെ പോകും. അത്ര നല്ല സുഖകരമായൊരു കൊതിയൂറുന്ന മണമാണ്. അത് സ്വയം ഇത് ചെയ്ത് നോക്കുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാവും. അത്ര രുചിയും വളരെ നല്ല രുചിയാണ്. എൻ്റെ അമ്മയുടെ പഴയകാല റെസിപ്പിയാണ്. പലരും ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പം അതിൽ പലരും കൂടുതലായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ എപ്പോഴും ഇത് മാത്രം ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ചെയ്തിരുന്നത്. പക്ഷേ ഒരു വ്യത്യാസം, ഞാനിപ്പോൾ കാണിച്ചു തരുന്ന വ്യത്യാസം, വറ്റൽമുളക് അരയ്ക്കുമായിരുന്നു. നിറച്ച് വറ്റൽമുളക് അരയ്ക്കും. പിന്നെ കുറച്ചുകൂടെ എരിവ് കൂട്ടിയാണ് ചെയ്യുന്നത്. അത് കുരുമുളകും എരിവിൻ്റെയും വറ്റൽമുളകിൻ്റെയും അല്ലെങ്കിൽ മുളക് പൊടിയുടെയൊക്കെ അളവ് നമുക്ക് ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കാം. പക്ഷെ വളരെ രുചികരമായ ഒരു ഫിഷ് ഫ്രൈ ആണ്. എല്ലാവരും ഫിഷ് ഫ്രൈ ഉണ്ടാക്കും, അതിൽ വലിയ പുതുമയൊന്നുമില്ല. പക്ഷേ ഇത് എൻ്റെ അമ്മയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു കൊടുക്കും. ഞാൻ സാധാരണ കുറച്ച് കട്ടിയുള്ള മീൻ, എന്തായാലും നെയ്മീൻ, കരിമീൻ, തിലാപ്പിയ, കുറച്ച് വലിയ കട്ടിയുള്ള മീൻ ഒന്ന് അടപ്പിട്ട് ഞാൻ അടച്ചു വയ്ക്കാറുണ്ട്. അതിനുശേഷം 2 സൈഡും തിരിച്ച് മൊരിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മൊരിഞ്ഞും വെന്തും അതിന് ശേഷം എടുക്കും. അപ്പോൾ കാണാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ തിലാപ്പിയ മീൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പൊരിക്കുകയാണ്. അത് നല്ല വീട്ടിനകത്ത് പുറത്തൊക്കെ നല്ല മണം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ യൂട്യൂബിൽ എപ്പോഴും എല്ലാവരും പറയും ഒരു പറ ചോറുണ്ണ. എത്ര പറ ചോറുണ്ണാന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും വളരെ മണമുള്ള നല്ല അപ്പറ്റൈസിങ് സ്മെല്ലും നല്ല രുചിയുമാണ് ഈ ഫിഷ് ഫ്രൈ. ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. എന്തായാലും നമുക്കിത് ഫ്രൈ ചെയ്തതിന് ശേഷം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാം. അങ്ങനെ നമ്മുടെ തിലാപ്പിയ ഫ്രൈ റെഡിയായി. വളരെ രുചികരവും നല്ല ടേസ്റ്റിയാണ്. നല്ല മണം, ഉണ്ടാക്കുമ്പോഴേ നല്ല മണമാണ്. നാടൻ രീതിയിലുള്ള തിലാപ്പിയ ഫ്രൈ ഉണ്ടാക്കി അങ്ങനെ കഴിക്കുകയാണ്. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം.
ഓക്കെ, വളരെ പഴയ പണ്ടത്തെ രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണ്. എൻ്റെ അമ്മയുടെ സ്വന്തം റെസിപ്പിയാണ്. ഓക്കെ. Okay, bye. See you in the next video. Thank you.